ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ കേസിലെ പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, എ ബ്രാഞ്ച് വിച്ച് മെയിൻറ്റെയിൻസ് എ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് ഇറ്റ്സ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് ദി ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഹിയർ ഇൻ കേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്, the head office prepare a branch account and at the same time branch prepare a head office account. Then the balance of these two accounts are equal. Okay, sometimes there is a difference between the balance of these two accounts due to certain reasons. In such a case, some adjustment should be made. അപ്പോൾ അതിന് ഡിഫറൻസ് ഉണ്ടാവാൻ കാരണം നമ്മൾ മാർച്ച് 31 ഇപ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഹെഡ് ഓഫീസും ബ്രാഞ്ചും മാർച്ച് 31 അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ടും ബ്രാഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന ഹെഡ് ഓഫീസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് സാധാരണ കേസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കും. ചില കേസ് ഈക്വൽ ആവില്ല. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത്. അപ്പോൾ അതിൽ ആ കേസ് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ അതിലെ കേസാണ് താഴെ പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. സെക്കൻഡ് വൺ, ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. തേർഡ്, head office expenses chargeable to branch. Then depreciation on branch fixed assets. Then inter branch transactions, and finally remittance account. Okay, the following items requires some special account treatment in case of independent branch. അപ്പോൾ അതിലെ ഫസ്റ്റ് കേസാണ് പറയുന്നത്. ഒന്ന്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ അതിൽ ആദ്യത്തെ 3 കേസാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത്. ബാക്കി നമ്മൾ നാളെ പഠിക്കും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കേസ് നോക്കുക, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ലാസ്റ്റ് ഡേ ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞിരുന്നു ആ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്താണെന്നുള്ളത് അല്ലേ. ഗുഡ്സ് മേ ബി സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച് ഓൺ എ പർട്ടിക്കുലർ ഡേ. ഓക്കെ, ദേ മേ റീച്ച് ദ ബ്രാഞ്ച് ആഫ്റ്റർ സം ഡേയ്സ്. ദ ഹെഡ് ഓഫീസ് വിൽ പാസ് ദ ജേണൽ എൻട്രി ഓൺ ദ ഡേ ഓഫ് സെൻഡിങ് ദി ഗുഡ്സ്. ഓക്കെ, ബട്ട് ദ ബ്രാഞ്ച് വിൽ പാസ് ദി ജേണൽ എൻട്രി ഓൺലി വെൻ ഇറ്റ് റിസീവ്സ് ദി ഗുഡ്സ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചു കൊടുത്തു. ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന ഡേറ്റിന് തന്നെ എന്ത് ചെയ്യും? ഹെഡ് ഓഫീസ് എന്ത് ചെയ്യും? ബ്രാഞ്ചിലേക്ക് അയച്ചു കൊടുത്തായിട്ട് റെക്കോർഡ് ചെയ്യും അല്ലേ. ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എഴുതും. ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഓക്കെ, ഇനി ബ്രാഞ്ച് എന്താണ് അത് റെക്കോർഡ് ചെയ്യുക? ഓൺലി ആഫ്റ്റർ റിസീവിങ് ദ ഗുഡ്സ് അല്ലേ. ബ്രാഞ്ച് ഗുഡ്സ് റിസീവ് എന്താണ് എഴുതുക? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് ഈ ഐറ്റം റെക്കോർഡ് ചെയ്യണേ ഓൺലി ആഫ്റ്റർ റിസീവിങ് ദി ഗുഡ്സ്. സിമിലർലി വെൻ ബ്രാഞ്ച് റിട്ടേൺസ് ദ ഗുഡ്സ് ടു ഹെഡ് ഓഫീസ് അല്ലേ. ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് റിസീവ് ചെയ്ത ഗുഡ്സ് റിട്ടേൺ ചെയ്യാം. ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഡെബിറ്റ് ദ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ദി ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ റിസീവ് ചെയ്ത ഗുഡ്സ് ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത്, ഒന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അയച്ചു, പക്ഷേ അത് ബ്രാഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഇനി അതുപോലെ തന്നെ ബ്രാഞ്ച് എന്ത് ചെയ്യും? ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്ത ഗുഡ്സുകളുണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യുക? ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ ബ്രാഞ്ച് എന്ത് ചെയ്യും? ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതും. ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് ബ്രാഞ്ച് റിട്ടേൺ ചെയ്യുന്ന ഡേറ്റ് തന്നെ എഴുതും. ബട്ട് ദ ഹെഡ് ഓഫീസ് വിൽ പാസ് ദ എൻട്രി ഓൺലി വെൻ ഇറ്റ് റിസീവ്സ് ദി ഗുഡ്സ് ഫ്രം ദി ബ്രാഞ്ച്. ദീസ് ഗുഡ്സ് വിച്ച് ആർ ഓൺ ദ വേ ആർ കോൾഡ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഓക്കെ, അപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അയച്ച ഗുഡ്സ്, അതുപോലെ തന്നെ ബ്രാഞ്ചിൽ നിന്ന് റിട്ടേൺ ഹെഡ് ഓഫീസിലേക്ക് അയച്ച ഗുഡ്സ് അല്ലെ, നോട്ട് യെറ്റ് റിസീവ്ഡ്. ദ ഗുഡ്സ് വിച്ച് ആർ ഇൻ ട്രാൻസിറ്റ് but not received is known as the goods in transit. Goods sent to branch by the head office towards the end of the accounting period but not received by the branch till the end of the particular period are known as the goods in transit. Okay, that is the goods which are on the way are called the goods in transit. Okay, അതിനാണ് എന്താ പറയുക? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുക അല്ലേ. ഗുഡ്സ് ഓൺ ദ വേ അല്ലെ. ട്രാൻസിറ്റ് മീൻസ് ഓൺ ദ വേ. ഗുഡ്സ് അയച്ചു എന്തില്ല? ഹെഡ് ഓഫീസിലേക്ക് എത്തി അല്ലെ. ഹെഡ് ഓഫീസിൽ നിന്ന് അയച്ചു, ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് എത്തിയിട്ടില്ല. അപ്പോൾ ആ കേസിനാണ് എന്താ പറയുക? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിന് എന്ത് ചെയ്യണം? ഈ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദ ഐറ്റം മേ ബി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് മേ ബി അഡ്ജസ്റ്റഡ് ഐദർ ഇൻ ദ ബുക്സ് ഓഫ് ദ ഹെഡ് ഓഫീസ് ഓർ ഇൻ ദ ബുക്സ് ഓഫ് ദി ബ്രാഞ്ച്. ഒന്നെങ്കിൽ അത് ഹെഡ് ഓഫീസിൽ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ബ്രാഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, എവിടെയെങ്കിലും ഒരു കേസിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അയച്ചു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യും? ആ ഗുഡ്സ് അയച്ചില്ല എന്ന് ഹെഡ് ഓഫീസിൽ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും, എൻട്രി എഴുതും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ബ്രാഞ്ച് ആണ് അഡ്ജസ്റ്റ് ചെയ്യുക. ബ്രാഞ്ച് എന്ത് ചെയ്യും? ആ ഗുഡ്സ് റിസീവ് ചെയ്തായിട്ട് എന്ത് ചെയ്യും? ബ്രാഞ്ചിൽ എൻട്രി എഴുതും. അപ്പം ഇഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ബുക്സിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എഴുതുന്നതെങ്കിൽ ഹെഡ് ഓഫീസ് ബുക്സിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എഴുതുന്ന എൻട്രി എന്തായിരിക്കും? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബ്രാഞ്ച് അല്ലേ. അതായത് തൽക്കാലം അയച്ച ഗുഡ്സ് എന്ത് ചെയ്തു? ടെമ്പററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് അഡ്ജസ്റ്റ് ചെയ്തു.
അല്ലേ, ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി ഹെഡ് ഓഫീസ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, ബ്രാഞ്ച് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്ത ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബ്രാഞ്ച് എന്ന് ഹെഡ് ഓഫീസ് എഴുതും. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബ്രാഞ്ചിൻ്റെ ബുക്സ് ചെയ്താൽ മതി. ബ്രാഞ്ച് എന്ത് എഴുതണം, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഗുഡ്സ് ദെൻ കിട്ടിയതായിട്ട് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ബ്രാഞ്ചിൻ്റെ ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹെഡ് ഓഫീസ് എന്ന് എഴുതും. അപ്പോൾ ഹെഡ് ഓഫീസ് ആണെങ്കിൽ ഏത് കേസാണെങ്കിലും ഡെബിറ്റ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്. ഹെഡ് ഓഫീസ് ആണെന്ന് എഴുതുന്നെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബ്രാഞ്ച് എന്ന് എഴുതും. ബ്രാഞ്ച് ആണെങ്കിൽ എന്ത് ചെയ്യും, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹെഡ് ഓഫീസ് എന്ന് എഴുതും. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഇതേപോലെ തന്നെയാണ് എന്ത് പറയുക, ക്യാഷ് ഇൻ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് പോലെ ഗുഡ്സ് മാറി എന്ത് ക്യാഷ് ഉണ്ടാവും. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അല്ലെ ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് എന്ത് ചെയ്യും, ക്യാഷ് അയക്കും. ദെൻ ബ്രാഞ്ച് മേ സെൻഡ് ക്യാഷ് ടു ഹെഡ് ഓഫീസ് ഫ്രീക്വൻ്റ്ലി. ക്യാഷ് സെൻഡ് ബൈ ദ ബ്രാഞ്ച് ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ് ടിൽ ദ എൻഡ് ഓഫ് ദി അക്കൗണ്ട് പീരീഡ് ഈസ് കോൾഡ് ദി ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ട് പീരിയഡ് ഇഫ് ദർ ഈസ് എനി ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ഇറ്റ് ഷുഡ് ബി അഡ്ജസ്റ്റഡ്. അപ്പോൾ യൂഷ്വലി ദ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ദ ബുക്സ് ഓഫ് ദി ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൻ്റെ ബുക്സിലായിരിക്കും എന്ത് ചെയ്യുക, സാധാരണ കേസിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രി ഇതാണ്, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബ്രാഞ്ച്. അല്ല, ഗുഡ്സ് ആകുമ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബ്രാഞ്ച് എന്ന് എഴുതി. ഇവിടെ ക്യാഷ് ആകുമ്പോൾ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബ്രാഞ്ച്. ഓക്കെ, ഇപ്പോൾ രണ്ടും ഹെഡ് ഓഫീസ് ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പം. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റോ ക്യാഷ് ഇൻ ട്രാൻസിറ്റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഹെഡ് ഓഫീസ് ബുക്സിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണെങ്കിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഹെഡ് ഓഫീസ് എക്സ്പെൻസസ് ചാർജബിൾ ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസ് എക്സ്പെൻസസ് ചാർജബിൾ ടു ബ്രാഞ്ച്. അല്ല, സപ്പോസ് സാലറി ഓർ അഡ്വർടൈസ്മെൻറ്റ് മേ ബി ചാർജഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസ് ഇൻകർ ചെയ്ത എക്സ്പെൻസ് എന്ത് ചെയ്യും, ബ്രാഞ്ചിലേക്ക് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ കേസിൽ ഇനിയുള്ള കേസ് വരെ എന്താണ്, അത് ഹെഡ് ഓഫീസ് ബുക്സിൽ എഴുതണം, അതുപോലെ ബ്രാഞ്ചിൻ്റെ ബുക്കിലും എൻട്രി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹെഡ് ഓഫീസ് ബുക്സിൽ എൻട്രി ചെയ്യാൻ നോക്കാം. ഇൻ ദ ബുക്സ് ഓഫ് ദ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു എക്സ്പെൻസ് അക്കൗണ്ട്. നമ്മൾ സാധാരണ ചെയ്താണ്, ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് എന്ത് ചെയ്യും, ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു എക്സ്പെൻസ് അക്കൗണ്ട്. ഇനി ഹെഡ് ഓഫീസ് ബുക്സിലാണെങ്കിൽ ബ്രാഞ്ചിൻ്റെ ബുക്സിലാണെങ്കിൽ ഇൻ ദ ബുക്സ് ഓഫ് ദി ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ചിൻ്റെ ബുക്കിൽ എന്ത് എൻട്രി എഴുതുക, എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ എൻട്രി രണ്ട് ബുക്സിൽ എഴുതണം. ഏത്, ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ചാർജബിൾ ടു ബ്രാഞ്ച് ആകുമ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ എഴുതണം, അതുപോലെ തന്നെ ബ്രാഞ്ചിൻ്റെ ബുക്സിലും എഴുതണം. ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ എന്താ എഴുതുക, ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു എക്സ്പെൻസ് എന്ന് എഴുതുക. ഹെഡ് ഓഫീസ് ബ്രാഞ്ച് എഴുതുക, എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ 3 എൻട്രീസ് ആണ് പറഞ്ഞത്. അഡ്ജസ്റ്റ്മെൻറ്റ് 3 ഐറ്റംസ് ആണ് ഇന്ന് പറഞ്ഞത്. 1 ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, 2 ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, 3 ഹെഡ് ഓഫീസ് എക്സ്പെൻസസ് ചാർജബിൾ ടു ബ്രാഞ്ച്. ഓക്കെ.